വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് ദർശിക്കുന്നതിന് മുമ്പ് ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരുവൻ തൻ്റെ ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഒന്നും നേടാമെന്ന പ്രതീക്ഷ ഒരുവനില്ല. ശിഷ്യത്വത്തിൻ്റെ ആഴമായ വിളി ലഭിച്ച നമുക്ക് യേശുവിനോട് കൃതജ്ഞത പറയാം. പീഡാനുഭവത്തിൽ പങ്കുചേരുവാൻ തക്കവിധം നമ്മെ യോഗ്യരായി കണ്ടതിനെ ഓർത്ത് നന്ദി പറയാം. അതുപോലെ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഏറ്റവും പ്രധാന കാര്യമായി നമുക്ക് ഏറ്റെടുക്കാം. ഓരോ ദിവസവും ഞാൻ എന്തിനു വേണ്ടിയാണ് എൻ്റെ സമയം ചെലവഴിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും എൻ്റെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തുന്ന വിധത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ എനിക്ക് സമയം കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ടോ? അതോ ആത്മരക്ഷയുടെ കാര്യം വിസ്മരിച്ചുകൊണ്ട് ഞാൻ സ്വയം നശിച്ചു പോവുകയാണോ? സ്വയം ഇല്ലായ്മയാവുകയാണോ? ശിഷ്യത്വത്തിൻ്റെ വിളിയിലേക്കുള്ള സ്വയം പരിത്യാഗം സ്വയം കണ്ടെത്തലാണ്. ആത്മനാശം വരുത്തുന്ന സ്വയം പരിത്യജിക്കൽ ഒരുതരം വിസ്മരിക്കലാണ്. എൻ്റെ ആത്മരക്ഷയെക്കുറിച്ചുള്ള മറന്നുപോകലാണത്. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നമുക്ക് ജാഗ്രതയുള്ളവർ ആയിരിക്കാം.